നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. കലാ സാംസ്കാരിക സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തൃപ്പയാർ കേന്ദ്രീകരിച്ച് പീപ്പിൾ ഫൗണ്ടേഷൻ രൂപീകരിച്ചു. കാഞ്ഞാണി തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കാവുകൾ സംരക്ഷിക്കാൻ നക്ഷത്രവനമൊരുക്കും. വാർത്തകൾ വിശദമായി. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. ദ്രവ്യകലശം, ശ്രീഭൂതബലി, 3 ഗജവീരന്മാരോടുകൂടി എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പ്രസാദഊട്ട് എന്നിവയുണ്ടായി. എറണാകുളം ശിവകുമാർ തൃപ്പയാർ തേവരുടെ തിടമ്പേറ്റി. ഒരു കൂട്ടം സിനിമാ പ്രേമികൾ സിനിമ നിർമ്മാണത്തിനായി പുറത്തിറക്കിയ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടത്തി. അന്തിക്കാട് റഷീദിന്റെ നേതൃത്വത്തിലുള്ള സിനിമാ പ്രേമി സംഘമാണ് സമ്മാന കൂപ്പൺ പുറത്തിറക്കിയത്. വാടനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ നടത്തിയ ചടങ്ങ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് റഷീദ് അധ്യക്ഷത വഹിച്ചു. സിനിമാ അഭിനേതാവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഹേമലത പ്രതാപൻ, പഞ്ചായത്ത് സെക്രട്ടറി IP പീതാംബരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു പണിക്കവീട്ടിൽ, MS സുജിത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ കൂപ്പൺ വാങ്ങിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് രാജൻ മിനിസ്റ്ററായിരുന്നു. നമ്മുടെ EMS സ്ക്വയറിൽ, തൃശ്ശൂർ EMS സ്ക്വയറിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു കൂപ്പണിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചത്. എല്ലാ കൂപ്പണും നമുക്ക് ചെലവഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 2000-ഓളം കൂപ്പൺ ഒരാൾ തന്നെയാണ് എടുത്തിട്ട് 2 ലക്ഷം രൂപയോളം ഒരാളാണ് ഈ ഇരിക്കുന്ന കൂപ്പൺ എടുത്തിട്ടുള്ളത്. അത് ഈ കൂട്ടത്തിൽ തന്നെ ആളുണ്ട്, ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അത് അദ്ദേഹം പുറത്തുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് ആരാണെന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും മനസ്സറിഞ്ഞൊരു പ്രാർത്ഥനയോടുകൂടി ഒരു കൈയടി കൊടുക്കാം. കയ്പമംഗലം കമ്പനിക്കടവ് കൂരുക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്രം മേൽശാന്തി കലേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KK ശേഖരൻ, ക്ഷേത്ര ഭാരവാഹികളായ KM വിജയൻ, PV പ്രതാപൻ, ദിവാകരൻ കുറുപ്പത്ത്, KS സന്തോഷ്, KR രഘുനാഥൻ, സഹദേവൻ, PK കുട്ടൻ, KK പ്രതാപൻ, മാതൃസമിതി ഭാരവാഹികളായ പ്രീതി ഉത്തമൻ, ജിഷ ഉണ്ണികൃഷ്ണൻ, സിനി, അജിത സത്യൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി സ്ത്രീകൾ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു.
എടമുട്ടം SNS സമാജം ITEയിലെ ഇക്കൊല്ലം പാസ് ഔട്ടായ 46 കുട്ടികളുടെ കോൺവക്കേഷൻ സെറിമണി നടന്നു. സമാജം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സമാജം സെക്രട്ടറി രാജേഷ് വേളേക്കാട്ട് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ശ്രീജ സുകുമാരൻ, ട്രഷറർ സുമോദ് എരണേടത്ത്, ജിതിൻ ചോലയിൽ, ഉണ്ണികൃഷ്ണൻ വാഴപ്പള്ളി, മോഹൻദാസ് വടക്കുംചേരി, സച്ചിൻ കുന്നുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബിരുദദാന ചടങ്ങ് നടന്നു. കലാസാംസ്കാരിക സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് തൃപ്പയാർ കേന്ദ്രീകരിച്ച് പീപ്പിൾ ഫൗണ്ടേഷൻ രൂപീകരിച്ചു. രൂപീകരണ യോഗം ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. ഇതുപോലുള്ള താല്പര്യമുള്ള സമാന മനസ്കർ ഒന്നിച്ചു കൂടുന്നതാണ് ഈ വേദി. വളരെ നല്ല ആശയമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ വ്യക്തിപരമായി ഇതിനെ സംബന്ധിച്ചത്. ഒരു കാര്യം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഈ പുൽപ്പനോട് ചോദിച്ചു. ഇത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയണം, അല്ലെങ്കിൽ ആരംഭിച്ച ഉടനെ തന്നെ അത് നിർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. എങ്കിലല്ലേ നമുക്കൊക്കെ ഒരുമിച്ച് നീങ്ങാൻ നന്നായിരിക്കുക എന്നുള്ളതാണ് ആ ആശയം ഞാൻ സൂചിപ്പിച്ചത്. തീർച്ചയായും നമുക്കൊക്കെ ഒരുമിച്ച് ചർച്ച ചെയ്ത് പല നല്ല കാര്യങ്ങളും സമൂഹത്തിലേക്ക് നടത്തിക്കൊടുക്കുവാൻ കഴിയുമെന്നുള്ള ആ ആശയം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അനിൽ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ്, നാട്ടിക പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഉണ്ണികൃഷ്ണൻ, നാട്ടിക പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിന്ധു സിദ്ധപ്രസാദ്, ബിന്ദു പ്രദീപ്, AN സിദ്ധപ്രസാദ്, E രമേശൻ, വിജീഷ് പന്നിപ്പുലത്ത്, അക്ബർ ചേറ്റുവ, ജിൽഷ VS, ശ്രീവിദ്യ ചെമ്പിപ്പറമ്പിൽ, രമ്യ അനിൽകുമാർ, സുജിത രാധാകൃഷ്ണൻ, നിത രാജേഷ്, മനോജ് പുളിക്കൻ, നൂർജഹാൻ, ഷൗക്കത്ത് അലി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. രക്ഷാധികാരിയായി ശിവൻ കണ്ണോളി, ചെയർമാനായി സലീഷ് തണ്ടാശ്ശേരി, വർക്കിംഗ് ചെയർമാനായി RI സക്കറിയ, ജനറൽ കൺവീനറായി അനിൽ പുളിക്കൽ, ട്രഷററായി സുധി ആലക്കൽ, കോർഡിനേറ്ററായി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് എന്നിവരെ തിരഞ്ഞെടുത്തു. PSP നസീർ, BD സന്ദീപ്, CR രാജൻ എന്നിവരാണ് കൺവീനർമാർ. PC മണികണ്ഠനാണ് സെക്രട്ടറി. രമേശ് പള്ളത്ത് മീഡിയ കോർഡിനേറ്ററാണ്. നമുക്ക് വർത്തമാന കാലത്ത് നമ്മുടെ സ്നേഹവും അടുപ്പവും ബഹുമാനവും ആദരവും ഒക്കെ കുറെ കൂടി ഊട്ടി ഉറപ്പിക്കണം. കഷ്ടപ്പെടുന്നവരെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാകും, അല്ലെങ്കിൽ കണ്ണീർ പൊഴിക്കുന്നവരെ സാന്ത്വനപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് പോകാനാണ്. അതല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവർ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് എന്ന് തീർച്ചയായും തീരുമാനിക്കാൻ നമുക്ക് സാധിക്കും. ഇടവേള. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി, തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു, അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്
സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. ബിൽടെക്, തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക്, തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഒഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. വാർത്തകൾ തുടരുന്നു. കഴിമ്പ്രം ശാർക്കര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു.
വിശേഷാൽ പൂജകൾ, അഭിഷേകം, മലർ നിവേദ്യം, മഹാഗണപതി ഹോമം, ശീവേലി, നടക്കൽ പറയെടുപ്പ്, ക്ഷേത്രനടയിൽ കാവടിയാട്ടം, കലശാഭിഷേകം, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, തായമ്പക, രാത്രി അത്താഴപൂജ, ഭസ്മാഭിഷേകം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റ് അനൂപ്, സെക്രട്ടറി ഷാജ് ശാർക്കര, ട്രഷറർ ഹേമന്ത് ശാർക്കര, ഷാജി SP എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കണ്ടശങ്കടവ് യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷനിൽ കുടിശ്ശികയില്ലാത്ത വരിക്കാർക്കായി ഏർപ്പെടുത്തിയ സമ്മാന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത വിജയിക്ക് സമ്മാനമായ ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൈമാറി. കണ്ടശങ്കടവ് യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസിൽ നടത്തിയ ചടങ്ങിൽ CK അജയകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നറുക്കിട്ടെടുത്ത ഒരു വ്യക്തിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഇവർക്കാണ് അതിൻ്റെ ഭാഗ്യം സിദ്ധിച്ചത്. അപ്പോൾ അതവർക്ക് എല്ലാവരുടെ ഭാഗങ്ങളും ചേർന്നുകൊണ്ട് ഞാൻ ഗിഫ്റ്റ് അവർക്കായിട്ട് കൊടുക്കുന്നു. പ്രദീപ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. MK ജയന്തൻ, KG സുനിൽകുമാർ, സ്വാമിനാഥൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ടെക്നീഷ്യന്മാർ, സ്റ്റാഫുകൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇങ്ങനൊരു അവാർഡ് യൂണിസെറ്റിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. കോതകുളം ബീച്ച് പാതാട്ട ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, തുടർന്ന് കൊടിയേറ്റ് കർമ്മം നടന്നു. ക്ഷേത്രം തന്ത്രി ദാസൻ സ്വാമികൾ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ PK സുഭാഷ് ചന്ദ്രൻ, PK മോഹനൻ, രഞ്ജിത്ത്, യതീന്ദ്രദാസ്, നിഖിൽ ജയസിംഗ്, സിന്ധു അനിലൻ എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 24-നാണ് ഉത്സവം. അന്തിക്കാട് പുത്തൻ കോവിലകം കടവാരം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമോത്സവം 2026 സംഘടിപ്പിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ എല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞ മഹാബലിയുടെ മക്കളായ നമ്മൾ മറ്റുള്ളവിടത്തിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരും ഒന്നുപോലെ തന്നെ എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വേദി കൂടിയായി ഇത് മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടം അച്ഛനും ഉപ്പയും ബാപ്പയും ഉമ്മയും അമ്മയും അമ്മച്ചിയും ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലും വിലക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ നമ്മൾ ആഘോഷങ്ങളിൽ യാതൊരു തരത്തിലുള്ള മതജാതി ചേരിതിരിവുകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് പലപ്പോഴും പല ഘട്ടങ്ങളിലും ആഘോഷങ്ങളിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള രീതികൾ കടന്നു വരികയാണ്. ഒരു വിഭാഗത്തിൻ്റെ ആഘോഷത്തിന് മറ്റൊരു വിഭാഗം തടയിടുന്ന തരത്തിലേക്ക് പോലും നമ്മളുടെ മനസ്സിൻ്റെ ഐക്യത്തിനകത്ത് വേലികെട്ടി തിരിക്കപ്പെട്ടിരിക്കുക. ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നാടിൻ്റെ നന്മയായി മാറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
AK അഭിലാഷ് അധ്യക്ഷനായി. ഷാനവാസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു, ഗ്രാമപഞ്ചായത്ത് അംഗം ശാലിനി, മണികണ്ഠൻ, കവിത, രമ രഘുനാഥ്, രാമചന്ദ്രൻ, ഷാലി, പ്രവീൺ, സുമ വിജയൻ, ബബിത, സുജീഷ്, രതീഷ്, ജീന എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികളും നക്ഷത്ര പെരിഞ്ഞനത്തിന്റെ വീരനാട്യവും അരങ്ങേറി. കാറ്റുമൂളണ നേരത്ത് കൂരാക്കുണ്ടിന്റെ പാലമോടിന്റെ പൂമൂവണ നേരത്ത് അപ്പോ കുട്ടനാടൻ ഇന്ത്യയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം പുരവ വേണം വരവേൽക്കാനാളു വേണം കൊടികോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ വരവേൽക്കാനാളു വേണം കൊടികോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ ആലപ്പാട് കുണ്ടോളിക്കടവ് കുണ്ടോളി ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും കളമെഴുത്തുപാട്ടും ഭക്തിസാന്ദ്രമായി. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ഗോളക പ്രതിഷ്ഠ, മുത്തപ്പന കാളം എന്നിവ നടന്നു. വൈകിട്ട് ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം, ദീപാരാധന, അത്താഴപൂജ എന്നിവ ഉണ്ടായിരുന്നു. ശേഷം സൗവർണിക പുള്ള അവതരിപ്പിച്ച വീരനാട്യവും തുടർന്ന് കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾ അരങ്ങേറി. രാത്രി വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജി, സെക്രട്ടറി ഗോപു എന്നിവർ നേതൃത്വം നൽകി. വരുന്നവരാരാണ് എന്നൊന്ന് പോയി അറിയുക വേണം. കാഞ്ഞാണി തൃക്കുന്നത്ത് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കാവുകൾ സംരക്ഷിക്കാൻ നക്ഷത്രവനം ഒരുക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ 27-ന് നക്ഷത്ര വൃക്ഷങ്ങളുടെയും കൂവളത്തൈ നടിയിലും സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ, സെക്രട്ടറി ഭരതൻ കോലാട്ട എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രവളപ്പിലെ മരങ്ങൾ വീണ കാവുകൾ നശിക്കുന്ന അവസ്ഥ വന്നതുകൊണ്ടാണ് നക്ഷത്ര മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്. 27 ഇനം നക്ഷത്ര വൃക്ഷങ്ങളാണ് വെച്ചുപിടിപ്പിക്കുന്നത്. ക്ഷേത്രത്തിന് മുൻഭാഗത്ത് ഇരുവശത്തുമായി 10 വീതം കൂവളത്തൈകളും നടും. നടീലിന്റെ ഭാഗമായി പ്രസാദ ഊട്ടും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9-ന് നടക്കുന്ന നടീൽ ഉത്സവത്തിൽ അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ മുഖ്യാതിഥിയായിരിക്കും. സ്വാമി ഹരിസായി, ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ്, ഡോക്ടർ ML സജീവ്, ഡോക്ടർ മുരളീധരൻ പള്ളിയിൽ, അഡ്വക്കേറ്റ് സോമകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 108 ശിവാലയ വിഷ്ണു ആലയങ്ങളിലെ അതിപ്രാധാന്യമുള്ള തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വരുന്ന 27-ാം തീയതി ഏപ്രിൽ 27 രാവിലെ 9 മണിക്ക് നക്ഷത്ര വൃക്ഷ തൈകൾ നടിയിലും കൂവളത്തൈകളുടെ നടിയിലും സമർപ്പണമായിട്ട് തൃക്കുന്നത്ത് ക്ഷേത്ര സംരക്ഷണ സമിതി സമർപ്പിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. കലാ സാംസ്കാരിക സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തൃപ്പയാർ കേന്ദ്രീകരിച്ച് പീപ്പിൾ ഫൗണ്ടേഷൻ രൂപീകരിച്ചു. കാഞ്ഞാണി തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കാവുകൾ സംരക്ഷിക്കാൻ നക്ഷത്രവനമൊരുക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.